ക്രെഡിറ്റ് കാർഡിന്റെയും ലോണിന്റെയും ഇഷ്യൂസ് ഇപ്പോഴും അനേകം പേര് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റിക്കവറിക്കാർ വിളിക്കുമ്പോൾ അവർ ടോർച്ചർ ചെയ്യുമ്പോൾ നമ്മൾ പേടിച്ചു പോയിട്ട് പേയ്മെന്റ് നടത്തും. റിക്കവറിക്കാർക്ക് ഒരു സർട്ടൻ കമ്മീഷൻ പോവും, ബാങ്ക് ബാക്കിയുള്ള പൈസ ഇൻട്രസ്റ്റിലേക്ക് എല്ലാം എടുക്കും. കുറച്ച് സമയം കഴിയുമ്പോൾ അവർ വീണ്ടും നമ്മുടെ പേരിൽ കേസ് ഓപ്പൺ ചെയ്യും. ഈ കേസിന്റെ എമൗണ്ട് എക്സാക്ട്ലി എന്താണെന്നുള്ളത് കോർട്ടിൽ നിന്ന് നമ്മൾ മുൻകൂട്ടി അറിയണം. അതിനുശേഷം മാത്രമായിരിക്കണം നമ്മൾ ഈ പേയ്മെന്റിന്റെ കാര്യത്തിനെല്ലാം പോകേണ്ടത്. ചില വ്യക്തികൾ ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി ഫസ്റ്റ് ലോൺ ക്ലോസ് ആയി. കാരണം ഈ ടോപ്പ് അപ്പ് ചെയ്ത എമൗണ്ടിൽ നിന്ന് ഒരു സർട്ടൻ എമൗണ്ട് ടോപ്പ് അപ്പിലേക്ക് പോയി ബാക്കിയുള്ള ബാലൻസ് ആണ് നമുക്ക് തരുന്നത്. പക്ഷെ ബാങ്ക് പലപ്പോഴും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടോപ്പ് അപ്പ് ചെയ്തതിന് ഒരു കേസ് ഓപ്പൺ ചെയ്യും. ആ പേയ്മെന്റ് കിട്ടി കഴിയുമ്പോൾ ബാക്കിയുള്ള എമൗണ്ടിന് വീണ്ടും ഒരു കേസ് ഓപ്പൺ ചെയ്യും. അപ്പോൾ പലർക്കും 2 കേസായിട്ട് വരുന്നുണ്ട്. ബാങ്കിൽ പൈസ അടയ്ക്കുമ്പോൾ ഒരു പക്ഷെ ബാങ്ക് ഒരു കേസ് ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരിക്കും, എന്നിട്ട് പിന്നെയും നമ്മൾ ബാങ്കിന് പൈസ അടച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഈ ഓപ്പൺ ചെയ്ത കേസിൽ ഈ അടച്ച പൈസ റിഫ്ലക്റ്റ് ആവില്ല. മുൻകൂട്ടി വ്യക്തമായി അറിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കണം ലോണിന്റെ കേസുകൾ ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് നീങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്.